പൗരത്വ ഭേദഗതി അടക്കം നിർണായക വിഷയങ്ങളിൽ മൗനം പാലിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രിക 5 വിഭാഗങ്ങൾക്കുള്ള ന്യായ് പ്രഖ്യാപനങ്ങളോടെയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. യുവാക്കൾക്ക് തൊഴിലും സ്ത്രീകൾക്ക് വരുമാനവും കർഷകർക്ക് താങ്ങുവിലയും ഉറപ്പാക്കുമെന്നാണ് പ്രധാന വാഗ്ദാനം. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, തൊഴിലാളികൾ എന്നിവരുടെ ക്ഷേമവും സമത്വവും അടിസ്ഥാനമാക്കിയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ 30 ലക്ഷത്തോളം ഒഴിവുകൾ നികത്തും, തൊഴിലുറപ്പ് പദ്ധതിയിലെ കുറഞ്ഞ ദിവസവേതനം 400 രൂപയാക്കും, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1000 രൂപ, പാവപ്പെട്ട സ്ത്രീകൾക്ക് വർഷത്തിൽ 1 ലക്ഷം രൂപ നൽകാൻ മഹാലക്ഷ്മി പദ്ധതി, കർഷകർക്ക് സ്വാമിനാഥൻ ഫോർമുലയനുസരിച്ച് താങ്ങുവില, തൊഴിലാളികൾക്ക് സാർവത്രിക ആരോഗ്യ പരിരക്ഷ, രാജ്യവ്യാപക ജാതി സെൻസസ് എന്നിങ്ങനെ പോകുന്നു പ്രഖ്യാപനങ്ങൾ. ജനങ്ങളാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കിയതെന്ന് രാഹുൽ ഗാന്ധി. This election is about those who are trying to destroy the constitution and destroy democracy in this country versus those who are trying to protect the constitution and protect democracy in this country. മോദി സർക്കാരിനെതിരെ കോൺഗ്രസ് ഉന്നയിച്ച പല വിഷയങ്ങളിലും പരിഹാരം നിർദ്ദേശിക്കുന്നില്ല എന്നാണ് പ്രകടന പത്രികയ്ക്ക് എതിരായ വിമർശനം. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി നൽകും എന്ന് പറയുമ്പോഴും പ്രത്യേക പദവിയുടെ കാര്യത്തിൽ മൗനം. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നതിലും നിലപാടില്ല. പൗരത്വ വിഷയം പരാമർശിക്കുക പോലും ചെയ്യാത്തതിനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ CAA പറ്റി ഒരക്ഷരം വേണ്ടിയില്ല. പക്ഷേ അത് പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പൗരത്വ ഭേദഗതി നിയമം ഉണ്ട് എന്ന് കോൺഗ്രസ് അറിയുന്നില്ല. ഇന്ന് രാത്രി കഴിഞ്ഞ് രാവിലെ പറയാമെന്ന് പറഞ്ഞ് ഇതേവരെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ പ്രകടന പത്രികയിലും ഒന്നും പറയുന്നില്ല. മറുപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അത് മാനിഫെസ്റ്റോയിൽ പറയേണ്ട കാര്യമല്ല സുഹൃത്തെ, അതൊക്കെ മാനിഫെസ്റ്റോ അത് ആ നിയമത്തിൽ നടക്കുന്ന നടപടി. മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ അതും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട്, വായിച്ചു നോക്കിയാൽ അറിയാം. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, P ചിദംബരം എന്നിവർ ചേർന്നാണ് കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. 24 ഡൽഹി.